Hi everyone, welcome to Ananda IAS CSET Mantra. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് റീഡ് ചെയ്യാം. ഇഫ് എ 9-digit number 1735x86y4 is divisible by 11. So ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. This particular number is divisible by 11 ആണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. Then what is the least value of x minus y? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സിന്റെയോ വൈന്റെയോ വാല്യൂ അല്ല, മറിച്ച് എക്സ് മൈനസ് വൈയുടെ വാല്യൂ ആണ്. ആ വാല്യൂ എന്തായിരിക്കണം? ലീസ്റ്റ് വാല്യൂ ആയിരിക്കുകയും വേണം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കീവേഡ്സ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് അറിയേണ്ടത് ഡിവിസിബിലിറ്റി റൂൾ ബൈ 11 ആണ്. അപ്പോൾ 11 കൊണ്ട് ഒരു നമ്പറിനെ നമുക്ക് ഡിവിസിബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ഓഡ് പൊസിഷൻ. ഓക്കെ, സം ഓഫ് numbers in odd position minus sum of numbers in even position. ഇത് divisible by 11 ആയിരിക്കണം. ഈ ഒരു നമ്പറിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് ഈ ഒരു പെർട്ടിക്കുലർ നമ്പർ അത് നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ എന്ന് നമുക്ക് പറയാം. നമുക്ക് നോക്കാം, ഇവിടെ ഓഡ് പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4 വരുന്നുണ്ട്. ഓക്കെ, സീറോ നമ്പേഴ്സ് ആണ് വരുന്നത്. 4 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, ദെൻ 1 വരുന്നുണ്ട്. അതിന്റെ സമ്മ് നമുക്ക് എടുക്കാം. 4 പ്ലസ് 6 10 വരുന്നുണ്ട്, ദെൻ 10 പ്ലസ് എക്സ് വരുന്നുണ്ട്, ദെൻ 10 പ്ലസ് എക്സ് പ്ലസ് 3 വരുന്നുണ്ട്, അപ്പോൾ 13 പ്ലസ് എക്സ് വരുന്നുണ്ട്, ദെൻ പ്ലസ് 1 വരുന്നുണ്ട്, അതായത് 14 പ്ലസ് എക്സ്. 14 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്. ദെൻ ഓഡ് പൊസിഷനിൽ വരുന്ന നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈവൻ പൊസിഷനിൽ വരുന്നത് 7 പ്ലസ് 5 എന്ന് പറയുന്ന സമയത്ത് 12 വരുന്നുണ്ട്, 12 പ്ലസ് വൈ എന്ന് പറയുന്ന സമയത്ത് 20 വരുന്നുണ്ട്, 20 പ്ലസ് വൈ വരുന്നുണ്ട്. ഓക്കെ, സോ 20 പ്ലസ് വൈ വരുന്നുണ്ട്. ഇനി ഈ ഒരു നമ്പർ ദിസ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ 11 ആയിരിക്കണം. ഈ ഒരു നമ്പറിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് തന്നിരിക്കുന്ന നമ്പർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 11 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് -6 പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഓക്കെ, അതായത് 14 മൈനസ് 20 എന്ന് പറയുന്ന സമയത്ത് -6 ആണ് വരുന്നത്, ദെൻ എക്സ് മൈനസ് വൈ വരുന്നുണ്ട്. ദിസ് ഡിവൈഡഡ് ബൈ 11. ഇത് 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ -6 ഡിവൈഡഡ് ബൈ 11 ആയിരിക്കണം. എവിടെയാണ് ഇത് കുറച്ചൊന്ന് ട്രിക്കി ആവുന്നത്? ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതിന് 6 എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ 6 എന്നുള്ള വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 6 മൈനസ് 6 ഡിവൈഡ് ബൈ 11 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് 6 ആണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത് വെക്കാം. ബട്ട് ഇവിടെ നിങ്ങൾ ബാക്കി ഓപ്ഷൻസും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡെഫിനറ്റ്ലി നമുക്കറിയാം 5ഉം -6ഉം ആൻസർ ആയിട്ട് വരുന്നില്ല എന്നുള്ളത് അറിയാം. കാരണം 5 - 6 എന്ന് പറയുന്ന സമയത്ത് -1 ആയിരിക്കും വരുന്നത്, -6 എന്ന് പറയുന്ന സമയത്ത് -12 ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ റിമൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് -5 ആണ്. അത് 6നേക്കാളും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ -5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -5 - 6 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്ന സമയത്ത് -11 ഡിവൈഡ് ബൈ 11 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് -5 ആണ്, 6 അല്ല. ഓക്കെ, സോ കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ട് പാടില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഇതുപോലെയുള്ള കൂടുതൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് അനന്ത IAS അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ചോദ്യം